നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്ന ഫസ്റ്റ് ഭാഗമായിട്ട് വരുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് പറയുന്നത്. എന്നാൽ ബേസിക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ഒരു എക്സാംസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അതിലെ ജസ്റ്റ് സിലബസ് നമുക്ക് ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരിക്കും. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് പ്രിൻസിപ്പിൾ, ഗ്രൗണ്ട് കണക്ഷൻ, ഓംസ് ലോ, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വോൾട്ടേജ്, പവർ, എനർജി, വോൾട്ട്മീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒക്കെ ITI സിലബസ് വെച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിമി ടെക്സ്റ്റ് ബുക്കിനകത്ത് അപ്പൊ നമ്മളെ ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ഡീസൽ മെക്കാനിക്, MMB തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് കൊടുത്തിട്ടുള്ള സെയിം പാർട്ട്, ആ ഒരു പാർട്ടിലുള്ള ഭാഗങ്ങളാണ് സിലബസിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സിലബസ് അത് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, നോക്കാൻ പറ്റുന്നതാണ്. അതാണ് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള അതിന്റെ രൂപം എന്ന് പറയുന്നത്, സിലബസിന്റെ രൂപം എന്ന് പറയുന്നത്. ഈ ബേസിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു സിലബസിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് ബാറ്ററി സെൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ബേസിക് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പൊ നമുക്കൊരു എക്സാം റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം തന്നെ ഒരു ഫോം ഓഫ് എനർജി ആണ്. ഒരു ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, ഒരു എനർജി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്റ്റിലും വരുന്നുണ്ടാവുക. എനർജി നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഒരു എനർജി, അതായത് നമ്മൾ സാധാരണ ഇപ്പൊ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും, ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ റൂമുകളിലൊക്കെ ഉള്ള ബൾബുകളാണെന്നുണ്ടെങ്കിലും, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു എനർജി ആയിട്ട് അതിനെ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്നുള്ള എല്ലാം നമ്മളൊരു കൺവേർഷൻ പ്രോസസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസെപ്റ്റ് അത് തന്നെയാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേ ഫോമിൽ തന്നെ മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദ കൺവേർഷൻ ഓഫ് അതർ സോഴ്സസ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഇലക്ട്രിസിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഇലക്ട്രിക്കലുകാരും ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ ബേസ് ചെയ്തിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടുപേർക്കും കൂടി ആയിട്ടാണ് നമ്മുടെ ജസ്റ്റ് എന്ത് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കി വെക്കുക. അതൊക്കെ എക്സാംസ് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ഒരു ടേംസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ. ഓക്കെ. അപ്പൊ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഓർ ഇലക്ട്രിക്കൽ ചാർജ് എന്നൊക്കെ പറയാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളെ ഒരു എക്സാംസ് വ്യൂയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അതായത് നമുക്കറിയാം ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ആയിട്ട് നമ്മൾ പോകുന്നത് സ്ട്രക്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. കാരണം ആ ഭാഗത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഭാഗമാണ് അത് കേട്ടോ. അപ്പൊ സ്ട്രക്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കല്ല വേണ്ടത്. ജസ്റ്റ് നമുക്കത് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ അതിൽ മാറ്റർ എന്താണെന്നുള്ളത് നമുക്കറിയാം. എനിത്തിങ് ദാറ്റ് ആസ് മാസ് ആൻഡ് ഒക്യുപ്പൈ സ്പേസ് അല്ലെ. ഒരു മാസ് ഉള്ള ഒരു വസ്തു, അതേപോലെ തന്നെ ഒക്യുപ്പൈ സ്പേസ് ഉള്ള ഒരു വസ്തു ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാറ്റർ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഈ മാറ്ററിന്റെ സബായിട്ട് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ചെയ്യുന്നതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നുണ്ടായിരിക്കും. ആ മോളിക്യൂൾസിൽ നിന്നും വീണ്ടും സബായിട്ട് വരുന്നതാണ് ആറ്റംസ് എന്ന് പറയുന്നത്. ഈ ആറ്റത്തിന്റെ സബായിട്ട് നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയസ് വിത്ത് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിലെ അതുപോലെ തന്നെ ഇലക്ട്രോൺസും കൂടി വരുന്ന ഭാഗം അല്ലെ. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോൺസും കൂടി വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ആറ്റം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആറ്റമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഇലക്ട്രിക്കലിന്റെ ചാർജും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ മാറ്റർ നമ്മൾ പറഞ്ഞു. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൈനി അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഒക്യുപ്പൈ സ്പേസ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റർ ആണ് വിളിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. ഇതിനൊന്നും ഡെഫിനിഷൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നോക്കി വെക്കാം.
നമ്മളൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പൊ അതിന് പിന്നീട് എന്താ നമുക്ക് ഉണ്ടാവുക, മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ടൈനി അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. ഒരു മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. അതില് നമ്മൾ പറഞ്ഞ എന്താണ്, എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും, ഒരു മാറ്ററിന്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലെ. ഈ മോളിക്യൂൾസിലും സ്മാളസ്റ്റ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റംസ് ആയിട്ട് എടുക്കുന്നത്. ആറ്റം എന്ന് പറയുന്നത്, ഈ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടായിരിക്കില്ല. മോളിക്യൂൾസിന്റെയും സ്മാളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വരുന്നത് ആറ്റം എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത ഏറ്റവും ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പ്രോട്ടോൺ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ, അതുപോലെ ന്യൂട്രോൺ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആദ്യം അറിയേണ്ട കാര്യം, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. ആൻഡ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നോ ചാർജ് ആണ് അല്ലെ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആൻഡ് ന്യൂട്രോണിന് നോ ചാർജുമാണ് ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ അറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് ഇവിടെ നിന്ന് മുതലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അറ്റോമിക് സ്ട്രക്ചറിൽ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതില് പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണും അല്ലെ. പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്ന ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ ആയിട്ടുള്ള ന്യൂക്ലിയസിനകത്ത് കാണുന്നതാണ് ന്യൂട്രോൺ അതുപോലെ പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിനകത്താണ് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടാവും. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ്. ആൻഡ് ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്, നോ ചാർജ് ആണ്. ചാർജ് ഒന്നും ഇല്ലാത്ത കണികളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഈ ആറ്റത്തിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെല്ലുകളിലായിട്ട് അറേഞ്ച് ചെയ്ത രീതിയിലാണ് എന്ത് കാണുന്നത്, ഇലക്ട്രോൺസ് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺസ് കാണുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെല്ലുകളിലായിട്ട് അല്ലെങ്കിൽ ഓർബിറ്റുകളിലായിട്ട് കാണപ്പെടുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ കാണുന്നതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ചാർജ് നമ്മൾ പറഞ്ഞ എന്താണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റോമിക് സ്ട്രക്ചർ പറഞ്ഞു അല്ലെ. അറ്റോമിക് സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ദ സെന്റർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞു, ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. സെന്റർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ന്യൂക്ലിയസിനകത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് പ്രോട്ടോൺസും അതുപോലെ തന്നെ ന്യൂട്രോൺസും അല്ലെ. ന്യൂക്ലിയസിനകത്തായിട്ട് കാണുന്നതാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. പിന്നെ പ്രോട്ടോണിന്റെ ചാർജ് നമ്മൾ പറഞ്ഞു എന്താണ്, പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവും കേട്ടോ. അത് ചാർജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. പോസിറ്റീവ് ചാർജ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതും കൂടി ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് നമ്മൾ പഠിക്കാനുണ്ട്. ആ ചാർജ് പഠിക്കുന്ന സമയത്ത് ആ ഒരു വാല്യൂം കൂടി അതിന്റെ കൂടെ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വിട്ടുപോയത്. അപ്പൊ അതുകൊണ്ട് അതും കൂടി അത് പഠിച്ചു വെക്കാം. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്, ഒരാറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോട്ടോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ നമ്പറിന് എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. പ്രോട്ടോണും ഇലക്ട്രോൺസും തമ്മിൽ എന്താണ്, നമ്പർ ഈക്വൽ ആയിട്ട് വരും എന്നുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടെ അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് വരുന്ന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അതിനൊരു ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു ഷെല്ലുകളിൽ അറൌണ്ട് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗമാണ് ഈ പ്രോട്ടോണിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെയും സൈസ്, അതിന്റെ ഒരു മാസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ ഡയമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ സാധാരണ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1840 കേട്ടോ, 1840 ടൈംസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിനേക്കാൾ പ്രോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ചെറിയ മാസിന്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതിന്റെ 1840 ടൈംസ് ഹെവിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പ്രോട്ടോണിന്റെ വെയിറ്റും അതുപോലെ തന്നെ, അതായത് പ്രോട്ടോണിന്റെ മാസും അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ മാസും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ
ആർക്കാ കൂടുതൽ ഉണ്ടായിരിക്കുക? മാസ് ഓഫ് പ്രോട്ടോൺ ആണ് കേട്ടോ. നമ്മളിത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോണിനേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കും. അത് എത്ര ടൈംസ് കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കും? 1840 ടൈംസ് കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അപ്പൊ ആർക്കാണ് മാസ് കൂടുതൽ എന്നുള്ളത് നോക്കി വെക്കുക. ആർക്കാണ് മാസ് കൂടുതൽ വരുന്നുണ്ടായിരിക്കുക? പ്രോട്ടോണിനാണ് മാസ് കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. ഇനി ഇലക്ട്രോണിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിന് ഡയമീറ്ററിന്റെ കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ ഡയമീറ്റർ എന്താണ്? പ്രോട്ടോണിന്റെ ഡയമീറ്ററിനേക്കാൾ 3 ടൈംസ് കൂടുതലാണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ഡയമീറ്ററിനേക്കാൾ 3 ടൈംസ് കൂടുതലാണ്. 3 ടൈംസ് ഹെവിയർ ആയിരിക്കും, ഡയമീറ്റർ കൂടുതലായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഇലക്ട്രോണിന്റെ ഡയമീറ്റർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. ഡയമീറ്റർ കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ഡയമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടോണിന്റെ ഡയമീറ്ററിനേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അത് എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ഡയമീറ്റർ കൂടുതലായിരിക്കും കേട്ടോ. 3 ടൈംസ് ഡയമീറ്റർ കൂടുതലായിരിക്കും. അതും കൂടി അതിൽ ഓർത്ത് വെക്കാം. ഇത്രയും 2 കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞു സാധാരണ രീതിയിൽ ഒരു ആറ്റത്തിന്റെ കൺസെപ്റ്റില് അതിലെ ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെയും നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലെ? നമ്പർ സെയിം ആണ്. അപ്പൊ നമുക്ക് അറിയുന്നതാണ് ഒരു സാധനത്തിന്റെ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? നെറ്റ് ചാർജ്, അതായത് നമ്മൾ ഒരു +5 ഒരു -5 കൊണ്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെറ്റ് ആയിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു +5 -5 ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് എന്തായിരിക്കും? 0 ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് നമ്മൾ നെറ്റ് ആയിട്ട് ആറ്റത്തിന്റെ ഒരു ചാർജ് നമ്മൾ നോക്കുകയാണ്, അതായത് പ്രോട്ടോണും ഇലക്ട്രോണും കൂടി ഉണ്ട് ആ ഒരു സാധാരണ ഒരു ആറ്റം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക്കലി ആ ഒരു ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നും ഉണ്ടാവില്ല, ന്യൂട്രൽ ആയിട്ടായിരിക്കും വരുന്നുണ്ട്. അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ട്. ന്യൂട്രോൺ ഓൾറെഡി ന്യൂട്രൽ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ന്യൂട്രൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമ്മള് സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ഒരു അറിയാം, ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഒന്ന് മൂവ് ചെയ്യുക അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് വരികയും ചെയ്യാം അല്ലെ? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് ചെയ്യാണ്? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും ചെയ്യുന്നൊക്കെ പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഡിഫ്ലക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യാണ്? വിട്ടുകൊടുക്കുന്നു, ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു, ആ ഒരു ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോൺസിനെ കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും അല്ലെ? ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അവിടെ കുറയുന്നുണ്ടായിരിക്കുക. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുമ്പോൾ അവിടെ സാധാരണ എന്താ വരുന്നുണ്ടാവുക? പോസിറ്റീവ് ചാർജ് കൂടും അല്ലെ? ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആദ്യം +5 -5 ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ +5 -4 ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടുതലായിട്ട് വരും. ടോട്ടലി നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് വരും? +1 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരും അല്ലെ? +1 വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താണ്? ഡിഫ്ലക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ബോഡിയിൽ ഒരു ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? അതിനൊരു പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക അല്ലെ? പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. ഇനി നെഗറ്റീവ് ചാർജിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, അതായത് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ചാർജ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോൺ എക്സസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ +5 ആൻഡ് -6 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ -1 ആണ് വരിക. അപ്പോൾ എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജ് വരുന്നുണ്ടായിരിക്കും അല്ലെ? ഒരു നെഗറ്റീവ് ചാർജ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജും, ഒരു ഇലക്ട്രോൺ വരികയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജും ആണ് ഉണ്ടാവുക കേട്ടോ. അറ്റോമിക് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഉണ്ടാവുക. ഇത് രണ്ടും കൂടി അതിൽ ഓർത്ത് വെക്കുക. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ഇനി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേബിൾ ആണ് ഈ ഒരു ടേബിൾ എന്ന്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെ ഈ ഒരു എക്സാംസിന്റെ കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇതിന്റെ എല്ലാം സിംബൽസ് എന്ന് പറയുന്നത്. സിംബൽസ് എന്ന് നോക്കി വെക്കാം. സിംബൽസ് നമ്മൾ അധികം എന്നാലും ജസ്റ്റ് നോക്കി വെക്കേണ്ട കൺസെപ്റ്റ് ആണ്. അപ്പൊ P+, അവിടെ സിംബൽസ് നോക്കി വെക്കുമ്പോൾ അതിന്റെ ഒരു ചാർജ് അവിടെ തന്നെ ഒന്നുകൂടി അത് ഉറപ്പ് വരുത്തിയിട്ട് പോവാം. ഇലക്ട്രോൺ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ആൻഡ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ചാർജ്, അതായത് ന്യൂട്രൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. ന്യൂട്രൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ ചാർജ് നമ്മൾ പറഞ്ഞു -1 എന്ന് പറയുന്നത് ആ ചാർജ് ക്വാണ്ടിറ്റി അല്ല കേട്ടോ, ജസ്റ്റ് മൈനസ് എന്നുള്ള നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് താഴെ കൊടുത്തതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് കേട്ടോ. ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക. ആൻഡ് ന്യൂട്രോണിന്റെ കൺസെപ്റ്റിലേക്ക് ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ, ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
ഇലക്ട്രോണിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻19 കൂളം. കൂളം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ അതൊന്ന് പഠിച്ചു വെക്കുക. 1.602 ഇൻറ്റു 10⁻⁻19 ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിന്റെ ചാർജ് മാഗ്നിറ്റ്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നെഗറ്റീവ് മാർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടും ചില ക്വസ്റ്റ്യൻ മാഗ്നിറ്റ്യൂഡ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും ഇലക്ട്രോണിനല്ല ഡിപ്പെൻഡ് ചെയ്യുക. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ, പ്രോട്ടോണിന്റെ കൺസെപ്റ്റിലേക്ക് വരുള്ളൂ അല്ലെ. പ്രോട്ടോൺ എന്താ വരുന്നത്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ 1.602 ഇൻറ്റു 10⁻⁻19 പോസിറ്റീവ് 1.602 ഇൻറ്റു 10⁻⁻19 കൂളം ആണെങ്കിൽ അത് പ്രോട്ടോണിനും, അത് പ്രോട്ടോണിന്റെ ചാർജ് ആണ്. നെഗറ്റീവ് 1.602 ഇൻറ്റു 10⁻⁻19 കൂളം ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇലക്ട്രോണിനുമാണ് വരുന്നുണ്ടാവും കേട്ടോ. പിന്നെ ന്യൂട്രോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് സീറോ ചാർജ് ആണ്. അവിടെ ചാർജ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, സീറോ കൂളോം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം കേട്ടോ. പിന്നെ മാസിന്റെ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാസ് ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക, പ്രോട്ടോണിനാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മാസ് നമ്മൾ 1840 ടൈംസ് കൂടുതലാണ് പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞു. ആ മാസിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. അതായത് വളരെ സ്മാൾ ആയിട്ടുള്ള ഒരു സൈസ് മാത്രം അല്ലെങ്കിൽ ഒരു ഇത് മാത്രമാണ്, മാസ് മാത്രമാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോണിന് വരുന്നുണ്ടായിരിക്കുക. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. വെരി സ്മാൾ അല്ലെ, വെരി സ്മാൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. ഇനി പ്രോട്ടോണിന്റെ കേസിലേക്ക് വരുമ്പോൾ 1.673 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് വരിക കേട്ടോ. ഓർത്ത് വയ്ക്കുക, 1.673 മാറിപ്പോരുത്. 1.602യും 1.673 ഇൻറ്റു 10⁻⁻27 കേട്ടോ, തെറ്റിപ്പോകരുത്. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത് കിട്ടും കേട്ടോ. എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചു വെക്കണം, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ 1.673 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലെ. എവിടെ നമ്മൾ വരുന്നത്, നമ്മളെ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് വരുന്നത് കേട്ടോ, പ്രോട്ടോണിന് വരുന്നത്. അപ്പൊ അവിടെ 31 അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 1840 അല്ല വരുന്നത്. അപ്പൊ ഒരു 4 സ്ഥാനത്തിന്റെ മാറ്റം അല്ലെ, 3 സ്ഥാനമാണ് വരുന്നത് 1000 എന്ന് പറയുമ്പോൾ. ഒപ്പം 1.73യും 673യും 9.1 എന്ന് പറയുന്ന വാല്യൂസും കൂടി നോക്കിയാൽ മതി. ഇനി ന്യൂട്രോണിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രോട്ടോണും ന്യൂട്രോണും, പ്രോട്ടോണും ഇലക്ട്രോണും നമ്മൾ പഠിച്ചു. അതായത് ഇലക്ട്രോണിനേക്കാൾ വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ മാസ് കൂടുതലാണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലാണ് എന്തിന്, ന്യൂട്രോൺ കേട്ടോ. അപ്പൊ ന്യൂട്രോണാണ് ശരിക്കും മാസിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ മാസ് വരുന്നത്. അത് പ്രോട്ടോണിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ദാൻ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മോർ ദാൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 1.674 ഇൻറ്റു 10⁻⁻27 കേട്ടോ. അപ്പൊ ഇവിടെയും 10⁻⁻27 തന്നെയാണ്, ഇവിടെയും 10⁻⁻27 തന്നെയാണ്. വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് ആർക്കാണ്, ന്യൂട്രോണിനാണ്. സെക്കൻഡ് പ്രോട്ടോണിനാണ്, തേർഡ് ഇലക്ട്രോണിനാണ് കേട്ടോ. ഡയമീറ്ററിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയമീറ്റർ കൂടുതൽ ആർക്കാണ്, അത് ഇലക്ട്രോൺ. അത് ഇലക്ട്രോണും പ്രോട്ടോണും മാത്രം നോക്കി വെച്ചാൽ മതി. ഇലക്ട്രോണിനാണ് പ്രോട്ടോണിനേക്കാൾ കൂടുതൽ ഡയമീറ്റർ ഉണ്ടാവുക കേട്ടോ. അതും കൂടി അതിന്റെ കൂടെ പഠിച്ചു വെക്കാം. ഇനി ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകളായിട്ട് കാണപ്പെടുന്നു. പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിൽ തന്നെ കാണപ്പെടുന്നതാണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിൽ. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും, ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും കാണുന്നത് അല്ലെ. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ആൻഡ് ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് സീറോയുമാണ് അല്ലെ. അതുകൊണ്ട് ഈ ന്യൂക്ലിയസിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. എന്നാൽ ഒരു ആറ്റം എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഒരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക സ്വീകരിക്കുക ഒന്നും ചെയ്യാത്ത നോർമൽ ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ ആറ്റത്തിന്റെ ചാർജ് സീറോ ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന്റെ ചാർജ് ഒന്നുമില്ല, സീറോ ആണ് വരുന്നുണ്ടാവുക. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രോണിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ -1.602 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ് വരുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് 1.602 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ് വരുന്നത്. ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വന്നിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ, നോക്കി വെക്കാം.
ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മളെ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇലക്ട്രോൺസിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഈ പ്രോട്ടോണിന്റെ ചാർജ് അവിടെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇലക്ട്രോൺസിലേക്ക് മാത്രമാണ് നമ്മൾ ഒരു കോൺസെപ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ്? ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റുകളിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? വാലൻസ് ഷെൽ എന്ന് പറയുന്നത് അല്ലെ. ഒരു ആറ്റത്തിന് എടുത്ത് നോക്കി അതിന്റെ ഏറ്റവും അവസാനത്തെ ഷെല്ല്, അതിന്റെ ഏറ്റവും ഔട്ടർ ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു ആറ്റത്തിന്റെ അറ്റോമിക് സ്ട്രക്ചർ ആണെന്ന് കരുതുക. ഈ ആറ്റത്തിന്റെ അറ്റോമിക് സ്ട്രക്ചറിൽ ഈ കാണുന്നത് അതാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്? ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് അല്ലെ. ഔട്ടർ ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കാണപ്പെടുന്നുണ്ടോ അത്രയും ഇലക്ട്രോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അല്ലെ. വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താണ്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന, എല്ലാം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതല്ല, സാധാരണ ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധമൊക്കെ നോക്കിയിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതും അതിന്റെ എനർജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യാണ് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലോ ആയിരിക്കും വാലൻസ് ഇലക്ട്രോണുകൾ കാണുന്നുണ്ടായിരിക്കാം. വാലൻസ് ഇലക്ട്രോണുകൾ എപ്പോഴും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുക. സ്റ്റെബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ആ വാലൻസ് ഷെല്ലുകളിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 8 ആയിരിക്കണം. അങ്ങനെ 8 ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പൊ 8 ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്വീകരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എപ്പോഴും ഒരു ആറ്റം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 8ന് താഴെ ആയിരിക്കും അതിന്റെ വാലൻസ് ഇലക്ട്രോണുകൾ വരുന്നുണ്ടാവും അല്ലെ. പിന്നെ അതിന്റെ ഇലക്ട്രോൺ ആ ഒരു ഇതാണ് ഇവിടെ KLM എന്ന് കൊടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് നല്ല KLM എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2n² എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് നോക്കുന്നത് അല്ലെ. എത്ര ഇലക്ട്രോണുകളാണ് മാക്സിമം അതിൽ കൊള്ളാൻ പറ്റുക എന്നുള്ളത് അല്ലെ. 2n² എന്ന് പറയുമ്പോൾ 2 × 1 2 ആയിരിക്കും. പിന്നെ 2 × 2², അപ്പൊ നമുക്ക് എത്ര വരുന്നുണ്ടായിരിക്കാം? 8 ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഓരോന്നും അല്ലെ, നമുക്ക് ഓരോന്നും അതിന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിന് കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ചെയ്യുക. ഓരോ ഷെല്ലുകളും നമ്മൾ വരുന്ന സമയത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ലീവ് ഇല്ല, അത് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ഒന്നല്ല. ജസ്റ്റ് നമുക്ക് ഓരോ KLM ഉണ്ട് നോക്കിയാൽ മതി. പിന്നെ അതിലുള്ള എണ്ണം നോക്കാം. 18 ആണ് 32 എന്ന് നോക്കിയാൽ മതി. അവിടെ മാത്രം ജസ്റ്റ് നോക്കി വെക്കാം. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട കേട്ടോ. ജസ്റ്റ് എത്ര വരും എന്നുള്ളത്. K ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഷെല്ലായിട്ടാണ് എനിക്ക് വരുന്നുണ്ടാവുക. L ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഷെല്ല്, അവിടെ മാക്സിമം 8 എണ്ണമാണ് വരിക. ആദ്യ ഷെല്ലിൽ 2 എണ്ണമാണ് വരിക, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണമാണ് വരിക, മൂന്നാമത്തേൽ 18, നാലാമത്തേൽ 32 എണ്ണമാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇലക്ട്രോൺസ് നമ്മൾ കോമൺലി ആ ഒരു ഷെല്ലുകളായിട്ട് കാണപ്പെടുന്നു. ഇലക്ട്രോൺസിൽ എന്ത് ചെയ്യാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയുടെ ഒരു ഫ്ലോ ഉണ്ടാവുന്നത് അല്ലെ. അതായത് ഇലക്ട്രിസിറ്റി കോമൺലി ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോമൺലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എത്രത്തോളം ഇലക്ട്രോൺസ് അവിടെ ബാക്കി അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ അറ്റോമിക് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ. അറ്റോമിക് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 4 ആറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 ആറ്റം കൊടുക്കാനുള്ള കാരണം നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 4 ആറ്റത്തിന്റെയും അറ്റോമിക് സ്ട്രക്ചേഴ്സ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് 4 ആറ്റം എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് അലുമിനിയം, കോപ്പർ, സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഇതിന്റെ സ്ട്രക്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ കോപ്പർ, അലുമിനിയം, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആണ് വരുന്നത്. അപ്പൊ അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, അതിന് എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതായത് നമ്മളെ അറ്റോമിക് സ്ട്രക്ചറും കൂടെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അലുമിനിയത്തിന്റെ 13 ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തത് 2 ആയിരിക്കും, രണ്ടാമത്തത് 8 ആയിരിക്കും, മൂന്നാമത്തത് എന്താ വരുന്നുണ്ടാവും? മൂന്നാമത്തെ ഇതിൽ 3 എണ്ണമാണ് വരുന്നുണ്ടാവും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് സാധാരണ ചോദിക്കാറ് ഒന്നാമത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അത് കോമൺലി എല്ലാം 2 തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ മൂന്നാമത്തെ, ഇപ്പൊ കോപ്പറിന്റെ കൺസെപ്റ്റിലൊക്കെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. ഈ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് കോപ്പറിന്റെ ആ ഒരു ഇലക്ട്രോൺ അറ്റോമിക് സ്ട്രക്ചറിൽ കാണുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ കോപ്പറിനാണെങ്കിൽ 29 ആണ് വരുന്നത്. 29 ആകുമ്പോൾ വരുമ്പോൾ 2, 8, 18 and 1 എന്നുള്ളതായിരിക്കും അതിന്റെ അറ്റോമിക് സ്ട്രക്ചർ വരുമ്പോ. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ടായിരിക്കും? 18 എണ്ണമാണ് കാണുന്നുണ്ടാവും അല്ലെ. 18 എണ്ണമാണ് വരുന്നുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെയാണ് സിലിക്കണിന്റെ കാര്യത്തിലും. സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ പഠിച്ചു വെക്കണം. സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ 14, ആൻഡ് ജെർമേനിയം ആണെന്നുണ്ടെങ്കിലും 2, 8, 18 അല്ലെ.
അപ്പൊ 2 8 18 സോറി 2 8 10 28 28 4 32 ആണ് വരുന്നുണ്ട് കേട്ടോ. പഠിച്ചു വെക്കാൻ ഒന്നുകൂടി എളുപ്പമാണത് നോക്കിക്കഴിഞ്ഞാൽ. അതായത് അലുമിനിയം പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിലിക്കൺ പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. അലുമിനിയം സിലിക്കണും നമുക്ക് ഒപ്പം എടുത്ത് പഠിക്കാം. അതായത് അലുമിനിയത്തിന് 13 അറ്റോമിക് നമ്പർ വരുന്നത്, സിലിക്കണിന്റെ ആണെന്നുണ്ടെങ്കിൽ 14 അറ്റോമിക് നമ്പർ വരുന്നത്. ഇനി കോപ്പറിന്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ 29 അറ്റോമിക് നമ്പർ വരുന്നത്. ആൻഡ് ജർമ്മേനിയം എന്ന് പറയുന്നത് 32 അറ്റോമിക് നമ്പർ വരുന്നത് കേട്ടോ. ഇതിന്റെയൊക്കെ രണ്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നതും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഇവിടെ കണ്ടോ, അലുമിനിയത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ 2 8 3 വരുന്നത്. സിലിക്കണിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് എത്ര ആയിരിക്കും? 2 8 4 ആയിരിക്കും അല്ലെ. സിലിക്കണിന്റെ ആണെങ്കിൽ 2 8 4 ആയിരിക്കും അറ്റോമിക് സ്ട്രക്ചർ വരുന്നുണ്ടാവുക. അലുമിനിയം അതുപോലെ തന്നെ കോപ്പറിന്റെ ആണെന്നുണ്ടെങ്കിൽ 2 8 18 1 ഇവിടെ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? 2 8 18 പിന്നെന്താണ് 2 8 18 വരുമ്പോൾ 29 ആയി. പിന്നെ ഒരു 3 കുറവാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു? സോറി 28 28 4 32 അല്ലെ. അപ്പൊ 2 8 18 4 അവിടെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈസി ആയിട്ട് അവിടെ പഠിച്ചു വെക്കാം. എങ്ങനെയാണ് അതിന്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. അത് ആ ഒരു കമ്പാരിസണിലൂടെ പഠിച്ചു വെച്ചാൽ ഒന്നുകൂടി ഈസിയാണ്. പിന്നെ ഇവിടെ പഠിച്ചു വെക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് അലുമിനിയം, കോപ്പർ, സിലിക്കൺ, ജർമ്മേനിയം തന്നെ എടുത്തു പറയാനുള്ള കാരണം നാല് മെറ്റീരിയൽസിന്റെ നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 4 മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ അറ്റംസും നമുക്ക് ചോദിക്കൊന്നുമില്ല. ഈ 4 മെറ്റീരിയൽസും ചോദിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സാധാരണ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന 2 ഇതാവുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അറ്റോമിക് സ്ട്രക്ചർ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതിന്റെ അറ്റോമിക് നമ്പറും അറ്റോമിക് സ്ട്രക്ചറും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അത് ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. അലുമിനിയം, സിലിക്കൺ, കോപ്പർ ആൻഡ് ജർമേനിയം എന്നുള്ള എടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് പഠിച്ചു വെക്കാനും ഈസി ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് കണ്ടക്ടർ. ഇനി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന വസ്തുക്കൾ. അപ്പൊ ഈ ആറ്റത്തു നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന വസ്തുക്കൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മെറ്റൽ കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏതാണ്, മെറ്റൽ കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. മെറ്റൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും എന്നതാണ് കേട്ടോ. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 8 ഇലക്ട്രോൺസിൽ 8 4 അല്ലെ, പകുതിയിൽ താഴെ വരുമ്പോഴാണ് അത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുക കേട്ടോ. കൂടുതലും ഫ്രീ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ 1 2 3 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു വാലൻസ് ഷെല്ലിൽ 1 2 3 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് വരുന്ന മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആറ്റത്തിന്റെ മാറ്റേഴ്സിനെയാണ് നമ്മൾ ആ പ്രോപ്പർട്ടി കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടക്ടേഴ്സ് പറയുമ്പോൾ 1 2 3 വാലൻസ് ഇലക്ട്രോണുകൾ വരുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി മെറ്റൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല കണ്ടക്ടറുകളായിട്ട് എടുക്കുന്നത്. ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്, അതായത് ആസിഡ് പോലെ, ആൽക്കലികൾ പോലത്തെ ഒക്കെ എന്ത് ചെയ്യാണ് നമ്മൾ കണ്ടക്ടേഴ്സ് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ മെറ്റൽസ് ആണ് നമ്മൾ മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കാണിക്കുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അവിടെ ആ ഒരു വേർഡ് പഠിച്ചു വെക്കാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതിനുള്ള പ്രോപ്പർട്ടി കേട്ടോ. നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പറയും. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന പറയും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് കണ്ടക്ടറിന് കൂടെ പഠിച്ചു വെക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വേർഡ് നിങ്ങൾ നോക്കി വെക്കുക. നമ്മളിപ്പോ ഇതുപോലുള്ള എക്സാംസിനൊക്കെ നമുക്ക് സാധാരണ പറയുന്ന ഒരു വേർഡാണ് അത്. ഈ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടക്ടിവിറ്റി ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ടിവിറ്റി ആയിട്ടാണ് എഴുതണം. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹൈ കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ ലോ റെസിസ്റ്റിവിറ്റിയും ആയിരിക്കും വരുന്നത്. അതും കൂടി അതിന് കൂടെ നോക്കി വെക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റിയെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ലോ റെസിസ്റ്റിവിറ്റിയും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നല്ല ഒരു കണ്ടക്ടർ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം, സിങ്ക്, ലെഡ്, നിക്രോം, ഗ്രാഫൈറ്റ്, ഇതെല്ലാം എന്താണ്, സാധാരണ ഇലക്ട്രിക്കൽ കണ്ടക്ടറുകളുടെ എക്സാമ്പിൾസ് ആണ്. ഇതിനകത്ത് ഞാൻ ആ ഒരു റെഡ് കളറാക്കി കൊടുത്തിട്ടുള്ള 4 മെറ്റീരിയൽസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മെറ്റീരിയൽസ് ആണ്
വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഏറ്റവും നല്ല കണ്ടക്ടർ, ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? സിൽവർ ആണ് കേട്ടോ. ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിൽവർ ആണ്. അതായത് ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതും ഏറ്റവും ലോ ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റി കാണിക്കുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിൽവർ ആണ്. സിൽവറിന് താഴെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? കോപ്പർ എന്ന് പറയുന്നത്. എന്നാൽ അപ്പൊ സിൽവറിനേക്കാൾ തൊട്ട് താഴെ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? കോപ്പറുകൾ എന്ന് പറയുന്നത്. കോപ്പറിന് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോപ്പർ ആണ്. അപ്പൊ സിൽവർ ആണ് നല്ല കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്, എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കോപ്പർ ആണ്. എന്തുകൊണ്ടാണ് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് പറയാലോ. എന്താണ് നമ്മളെ സിൽവറും കോപ്പറും തമ്മിലുള്ള വില നമ്മൾ നോക്കിയാൽ മതി അല്ലെ. എക്കണോമിക്കലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽവറിനേക്കാൾ ചീപ്പാണ് എന്ത് ചെയ്യുന്നത്? കോപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോപ്പർ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്ഥാനം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ്? ഗോൾഡ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ ഈ ഒരു അറേഞ്ച്മെന്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് സിൽവർ, രണ്ടാമത്തെ കോപ്പർ, മൂന്നാമത്തെ ഗോൾഡ്, നാലാമത്തെ ആയിട്ട് അലുമിനിയം ആണ് വരുന്നത് കേട്ടോ. നാലാമത്തെ ആയിട്ട് അലുമിനിയം ആണ് വരുന്നത്. അപ്പൊ ഈ ഓർഡർ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം, ഈ ഒരു ഓർഡർ അതുപോലെ പഠിച്ചു വെക്കുക. ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സിൽവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സിൽവർ ഓപ്ഷനിലില്ല, കോപ്പർ എന്നാണ് ഓപ്ഷൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പർ ആൻസർ എഴുതാം. ഇനി കോപ്പറും ഇല്ല, ഗോൾഡ് ആണ് മൂന്നാമത്തെ കണ്ടക്ടർ ആയിട്ട് ഗോൾഡ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് കോപ്പറിനും അലുമിനിയത്തിനും ഇടയിൽ വരുന്ന ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഗോൾഡ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഓർത്ത് വെക്കുക. 1 സിൽവർ, 2 കോപ്പർ, 3 ഗോൾഡ് ആൻഡ് 4 അലുമിനിയം ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സിൽവർ ആണ്. ആൻഡ് കോമൺലി യൂസ് ചെയ്യുന്നത് കോപ്പർ തന്നെയാണ് കേട്ടോ. കോപ്പർ ആണ് കൂടുതലും. പിന്നെ അലുമിനിയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോപ്പർ ഓപ്ഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലേക്കും പോകേണ്ട, കോപ്പർ തന്നെയാണ് എഴുതുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓൾറെഡി നമ്മൾ അതിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ, എന്താണ്? ചീപ്പായിട്ടാണ്. ഇനി അലുമിനിയത്തിന്റെ പ്രത്യേകത, നമ്മൾ രണ്ട് കണ്ടക്ടറും നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു പ്രത്യേകത പഠിക്കുന്നുണ്ട്. കാരണം കോമൺലി യൂസ് ചെയ്യുന്ന രണ്ടും കൂടി നമ്മളൊരു കമ്പാരിസൺ പഠിക്കുന്നുണ്ട്. അലുമിനിയം കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ വെയിറ്റ് കുറവ് വേണ്ട ഭാഗങ്ങളിൽ നമ്മളൊരു കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? അലുമിനിയം പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അലുമിനിയത്തിന്. പിന്നെ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം എന്താണ്? കോപ്പറിനെക്കാട്ടും കുറച്ചും കൂടി ചീപ്പർ ആണ് എന്നുള്ള കൺസെപ്റ്റ് കൂടി നമുക്ക് എടുക്കാം. പക്ഷെ കൂടുതലും നമ്മൾ വെയിറ്റ് കൺസെപ്റ്റ് ഇതാക്കിയിട്ടാണ് അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ലിക്വിഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എന്താണ്? ഇലക്ട്രോലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മൾ പഠിക്കും ഓൾറെഡി. നമ്മൾ ബാറ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ഉള്ള ആ ഒരു പ്രോസസ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതാണ് എന്ത് ചെയ്യുന്നത്? ലിക്വിഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലിക്വിഡ് കണ്ടക്ടർ ആണ്, അങ്ങനെ ഇലക്ട്രോലിസിസ് കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? മെർക്കുറി എന്ന് പറയുന്നത് കേട്ടോ. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അവിടെ എടുത്തു കൊടുത്തത്. ലിക്വിഡ് കണ്ടക്ടർ ആണ്, എന്നാൽ ഇലക്ട്രോലിസിസ് എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. ഇത് ലിക്വിഡ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് ഡസ് നോട്ട് അണ്ടർഗോ ഇലക്ട്രോസിസ് ആണെന്നുണ്ടെങ്കിൽ അത് മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറി ആണ്. പിന്നെ സാൾട്ട് വാട്ടർ ഉണ്ട്. സാൾട്ട് വാട്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു ലിക്വിഡ് കണ്ടക്ടർ ആണ്. അതായത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ആണ്, ലിക്വിഡ് കണ്ടക്ടർ ആണ്. അവരുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിന്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക? അതിലുള്ള ഒരു സാൾട്ട് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ കണ്ടക്ടിവിറ്റി വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്തും നോക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടക്ടറിന്റെ കൺസെപ്റ്റ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ.